ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, എവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടെ മദർ ഹോം ശുശ്രൂഷയിലേക്ക് സ്വാഗതം. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അമ്മയുടെ മടിയിലിരുന്ന് ഈശോയുടെ ദിവ്യരഹസ്യങ്ങളെ ധ്യാനിക്കുമ്പോൾ ഈ രക്ഷാകര രഹസ്യത്തിൽ അമ്മയുടെ പ്രത്യേകത കൂടെ നമ്മൾ തിരിച്ചറിയുകയാണ്. സ്ത്രീകളിൽ അനുഗ്രഹീതയെന്ന്, കൃപ നിറഞ്ഞവളെന്ന് സ്വർഗം സാക്ഷ്യപ്പെടുത്തിയ അമ്മ കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറും എന്ന് വിശ്വസിച്ചതിനാൽ ഭാഗ്യവതി എന്ന് എലിസബത്ത് പരിശുദ്ധാത്മാവിൽ പ്രേരിതമായി അരുളി ചെയ്യുന്നത് നമ്മൾ വചനത്തിൽ കണ്ടെത്തുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അമ്മയോട് ചേർന്ന് ചിന്തിക്കുന്ന ഈ ദിനങ്ങളിൽ ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം. ഒരു നിമിഷം നമ്മളായിരിക്കുന്നിടത്തിരുന്ന് കണ്ണുകളൊന്ന് അടച്ച് മനസ്സിനെ ശാന്തമാക്കി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവിതം മുഴുവനെയും സ്നേഹത്തോടെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ പരിപാലിച്ച് വഴി നടത്തുന്ന എല്ലാ നല്ല അനുഭവങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. നല്ല ദൈവമേ, അങ്ങയുടെ കൃപയുടെ തണലിൽ എപ്പോഴും വസിക്കുവാൻ, അങ്ങയുടെ പരിപാലന കരം ജീവിതത്തിൽ തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. കർത്താവേ, വിശ്വാസത്തിൻ്റെ തലത്തിൽ ആഴപ്പെട്ട് മുമ്പോട്ട് നീങ്ങുവാൻ, ജീവിതത്തിൽ ഞങ്ങൾ കടന്നു പോകുന്ന അനുഭവങ്ങളിലൊക്കെ മറഞ്ഞിരിക്കുന്ന ദൈവഹിതത്തെ തിരിച്ചറിയുവാൻ ഞങ്ങൾക്ക് ശക്തിയും ബലവും നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഒരു പുതുചൈതന്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവമാതാവേ, അമലോത്ഭവ കന്യകയെ ഞങ്ങൾക്കായി അമ്മ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വൈദികനുമായിട്ടുള്ള സംഭാഷണ മധ്യേ ഒരു പ്രാർത്ഥനാ വേളയിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ, എൻ്റെ മനസ്സിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം, എൻ്റെ ജീവിതത്തിന് ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത് ഒരു രക്തസാക്ഷിയായ വൈദികനായിട്ട് ഞാൻ മാറണമെന്നാണ്. സത്യത്തിൽ അച്ഛൻ പ്രാർത്ഥിക്കാനായിട്ട് വന്ന് അച്ഛൻ്റെ ജീവിതാനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്നതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം ഏറെ തീഷ്ണതയോടെ പങ്കുവച്ചൊരു കാര്യം ഇതാണ്: എനിക്ക് ഇങ്ങനൊന്നും പോയാൽ പോരച്ച, ഒരല്പം കൂടെ അഭിഷേകവും തീഷ്ണതയുമുള്ള ഒരു വൈദികനായിട്ട് മാറണം. പോരാ, എനിക്ക് യേശുക്രിസ്തുവിന് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന ഒരു രക്തസാക്ഷിയായ വൈദികനായിട്ട് മാറണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ പരിശുദ്ധ പിതാവൊക്കെ പ്രതിപാദിക്കിയ വിധത്തിൽ ജീവിതത്തിൻ്റെ ഒരഭിഷേകവും ചൈതന്യവും ഒക്കെ നഷ്ടപ്പെട്ട് ആത്മീയ ജീവിതത്തിൻ്റെ ചില മരവിപ്പും മന്ദത അനുഭവങ്ങളിലൂടെയൊക്കെ ഈ കാലഘട്ടങ്ങളിൽ കുറച്ചേറെ പൗരോഹിത്യ ജീവിതങ്ങളിലെങ്കിലും കടന്നു പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ, നമ്മുടെയൊക്കെ ജീവിതങ്ങളെക്കുറിച്ചൊക്കെ ചിലപ്പോൾ ആത്മീയ മന്ദത, മരവിപ്പ്, ലോകത്തിൻ്റെ അരൂപികൾ ഇങ്ങനെ കടന്നു പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ, മറ്റൊരു വശത്ത് അനേക ഇടങ്ങളിൽ തീഷ്ണതയോടെ പ്രവർത്തിക്കുന്ന ഒത്തിരിയേറെ വ്യക്തികളെ കണ്ടുമുട്ടുക. എല്ലാം മറന്ന് ക്രിസ്തുവിന് വേണ്ടിയുള്ള സ്നേഹം കൊണ്ട് ജ്വലിച്ച് ശുശ്രൂഷ ചെയ്യുന്ന ഒരുപാട് വൈദികരെ, ഒരുപാട് സമർപ്പിതരെ ഈ നാളുകളിൽ കണ്ടെത്തുകയാണ്. ഇവിടെയാണ് സംഖ്യയുടെ പുസ്തകം 14:24 വചനം ഞാൻ ഓർക്കുക. അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമായിരുന്നു. കാലബിനെ കുറിച്ച് പറയുന്ന മനോഹരമായ കാര്യമാണത്. എന്ന് പറഞ്ഞാൽ, കാനാൻ ദേശത്ത് പ്രവേശിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത വ്യക്തി അവൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്തത എന്താണെന്ന് വെളിപ്പെടുത്തി. നമ്മൾ ഓർക്കണം, ബാക്കിയുള്ളവരൊക്കെ ഈ കാനാൻ ദേശം ചുറ്റിക്കാണാനായിട്ട് മോശ അയക്കുമ്പോൾ അവരൊക്കെ പോയി കണ്ട് തിരികെ വന്ന് പറയുന്ന കാര്യങ്ങൾ അസ്വസ്ഥത ജനിപ്പിക്കുന്നതായിരുന്നു. ഇസ്രായേൽ ജനങ്ങൾക്കിടയിൽ പിറുപിറുപ്പും അസ്വസ്ഥതയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഉതകുന്ന വാക്കുകളാണ് ഈ ചുറ്റുപാടും നടന്ന് അവരൊക്കെ പറഞ്ഞു വെക്കുന്നതെങ്കിൽ,
കാലബും ജോഷുവയും വ്യത്യസ്തമായ കാഴ്ചപ്പാടോടുകൂടെ പറഞ്ഞു വെക്കുകയാണ്. അവർ എത്രയേറെ അധികായന്മാരാണെങ്കിലും, ഈ ദേശത്തുള്ള ജനങ്ങൾ എത്രയേറെ ശക്തിയുള്ളവരാണെങ്കിലും, നമ്മൾ വന്നിരിക്കുന്നത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിലാണ്, യഹോവയുടെ നാമത്തിലാണ്. നമുക്ക് ഏത് ജനതയും കീഴ്പ്പെടുത്താൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇതേക്കുറിച്ചാണ് വചനം പറഞ്ഞു വെക്കുക. അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമായിരുന്നു. ഹല്ലേലൂയ. ഈ കാലഘട്ടങ്ങളിൽ ഒരു പൗരോഹിത്യ ജീവിതത്തെ ആയിക്കോട്ടെ, ഒരു സമർപ്പിത ജീവിതത്തെ ആയിക്കോട്ടെ, ഒരു കുടുംബ ജീവിതത്തെ ആയിക്കോട്ടെ, ഒരു യുവാവിനെ യുവതിയെ ആയിക്കോട്ടെ, നയിക്കേണ്ട ചൈതന്യം വ്യത്യസ്തമാണ്. ജോയലിൻ്റെ പുസ്തകത്തിൻ്റെ 2:28 വചനത്തിൽ നമ്മൾ കണ്ടെത്തുന്നുണ്ട്, യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. ഈ നാളുകളിൽ ദർശനങ്ങൾ ഉളവാകുന്ന ഒരുപാട് യുവാക്കളുണ്ട്. ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ വ്യത്യസ്തതയാർന്ന ദർശനം, ജീവിതത്തിൽ വചനത്തിൻ്റെ വ്യത്യസ്തതയാർന്ന ദർശനം, ഈ ദർശനത്തോടു കൂടെ മുമ്പോട്ട് പോകുമ്പോൾ അനേക ഇടങ്ങളിൽ അനുഗ്രഹത്തിൻ്റെ വ്യക്തിത്വങ്ങളായിട്ട് മാറാൻ മാത്രം പര്യാപ്തമായിട്ട് തീരുന്ന യുവാക്കളുണ്ട്. ചിലപ്പോൾ മാതാപിതാക്കളും മറ്റുള്ളവരും ഒക്കെ യുവജനങ്ങളെക്കുറിച്ച് പറഞ്ഞു വെക്കും, അവർ പലതരത്തിലുള്ള തിന്മയിലാണ്, മ്ലേച്ഛതയിലാണ്, അശുദ്ധിയിലാണ്, ലോകത്തിൻ്റെ വ്യാപമങ്ങളിലാണ്, മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ട് കിടക്കുക. ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. കുറേ ഇടങ്ങളിലുണ്ട് ഇങ്ങനെയൊക്കെ പോകുന്നവർ, ഒത്തിരിയേറെ യുവാക്കൾ നശിച്ചു പോകുന്നവർ, മറ്റുള്ളവരെ പാപത്തിലേക്ക് നയിക്കുന്നവർ. പക്ഷേ മറ്റൊരിടത്തിൽ കണ്ടെത്തുകയാണ് ഒത്തിരിയേറെ കൃപ നിറഞ്ഞ ജീവിതം നയിക്കുന്നവർ. പ്രിയപ്പെട്ടവർ, ജീവിതത്തിൽ ചില വ്യത്യസ്തങ്ങളായ ചിന്താഗതികൾ, കാഴ്ചപ്പാടുകൾ പുലർത്തിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് ഉള്ളിൽ ആത്മാവിടുന്ന ഒരു തീയ. ഈ ആത്മാവ് തീ ഉള്ളിലിട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ വിധത്തിലുള്ള ഒരു തീഷ്ണതയും ചൈതന്യവും ഉള്ളിപ്പേറുക. അതാണ് പറഞ്ഞു വെച്ചത്, അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. ഹല്ലേലൂയ. ജീവിതത്തിൽ ഒരു വ്യത്യസ്തതയുടെ ചൈതന്യം പുലർത്താനായിട്ട് തുടങ്ങിയാൽ അനുഗ്രഹത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ജീവിതമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 39 മുതൽ 45 വരെയുള്ള അധ്യായങ്ങളിലൂടെ നമ്മൾ കടന്നുപോയാൽ നമ്മൾ കണ്ടെത്തുന്ന ഒരു വ്യക്തിത്വമുണ്ട്. നമുക്കറിയാതെ മറ്റാരെക്കുറിച്ചല്ല, പൂർവ്വപിതാവായ ജോസഫിനെ കുറിച്ചാണ്. സുന്ദരനും സുമുഖനുമായ നമ്മുടെ പൂർവ്വപിതാവായ ജോസഫ്. സ്നേഹമുള്ളവരെ, നമ്മൾ വായിക്കുമ്പോൾ എന്ത് സുന്ദരമാണ്. ജോസഫിനെ കുറിച്ച് ആവർത്തിച്ച് പറയുന്ന വചനം നമുക്കറിയാം, കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കർത്താവ് കൂടെയുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത എന്നാ? അപ്പൻ സ്നേഹിച്ചിരുന്നെങ്കിലും സഹോദരങ്ങളാൽ വെറുക്കപ്പെട്ടവൻ, അവനെ പൊട്ടക്കിണറ്റിക്കൊണ്ട് സഹോദരങ്ങൾ തള്ളിയിടുന്നു. പിന്നെ കാശ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ പൊട്ടക്കിണറ്റിൽ നിന്ന് പൊക്കിയെടുത്ത് അവനെ കച്ചവടക്കാർക്ക് വിട്ടു. കറങ്ങിത്തിരിഞ്ഞ് ഇവൻ എത്തിച്ചേരുന്ന ഇടം എന്ന് പറയുന്നത് വിജാതീയനായ പൊത്തിഫറിൻ്റെ വീട്ടിലാണ്. ആ ഈജിപ്തുകാരൻ്റെ വീടിൻ്റെ മേൽനോട്ടവും അതിലുള്ള സകലതിനെയും ചുമതലയും ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ ജോസഫിനെ ഓർത്ത് കർത്താവ് അവൻ്റെ ഭവനത്തെ അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ടവർ, എന്താണ് ഇതിന് കാരണം? വീണ്ടും തുടർന്ന് നമ്മൾ വായിച്ചു പോകുമ്പോൾ കാണുകയാണ്, കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു, കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ ചെന്നെത്തുന്നിടത്തൊക്കെ അനുഗ്രഹത്തിൻ്റെ ഒരു വ്യക്തിത്വമായിട്ട് മാറി. തീർന്നില്ലെന്ന് ഓർക്കണം. അവസാനം ഈജിപ്തിൻ്റെ അധിപനായിട്ട് ജോസഫ് വാഴുന്ന കാലത്താണ് ഈ പൊട്ടക്കിണറ്റിക്കൊണ്ടിട്ടവന്മാർ, ഈ കച്ചവടക്കാർക്ക് വിറ്റവന്മാർ വന്നെത്തുക. അവിടെ ദാരിദ്ര്യത്തിൻ്റെ പരമകോടിയിൽ ഒന്നുമില്ലാതെ കൈനീട്ടി ചെല്ല്. ആരുടെ മുമ്പിൽ? ജോസഫിന് മുമ്പിൽ. തിരിച്ചറിയാൻ പറ്റുന്നില്ല അവർക്ക്. ഓർക്കണം, ആ സഹോദരങ്ങളെയൊക്കെ ഏതു വിധത്തിൽ വേണമെങ്കിലും ദ്രോഹിക്കാനും കരയിപ്പിക്കാനും പറ്റുന്ന ഒരു ജോസഫ് വചനത്തിൽ നമ്മൾ കണ്ടെത്തുകയാണ്. അവൻ മാറി നിന്ന് കരഞ്ഞു. ആര്? ജോസഫ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇതാണ് ജീവിതത്തിൻ്റെ ദർശനത്തിൻ്റെ വ്യത്യാസം. ഇതാണ് ജീവിതത്തിൻ്റെ ചൈതന്യത്തിൻ്റെ വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ, മറ്റുള്ളവരെ എനിക്ക് കരയിപ്പിക്കാൻ പറ്റുമ്പോഴും മാറി നിന്ന് കരയാൻ മാത്രമുള്ള അഭിഷേകം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്ന് വെച്ചാൽ അത് ചൈതന്യത്തിൻ്റെ വ്യത്യസ്തതയാണ്. ഈ ചൈതന്യത്തിലേക്കാണ് നമ്മുടെ ജീവിതങ്ങളൊക്കെ വളരേണ്ടത് എന്നുള്ളത് സത്യമാണ്. എത്രയോ വ്യക്തിത്വങ്ങൾ ഈ വിധത്തിൽ തീക്ഷ്ണതയോടെ വ്യാപരിക്കുന്നത് നമ്മൾ കണ്ടെത്തുന്നുണ്ട്. പ്രഭാഷകരുടെ പുസ്തകത്തിൻ്റെ 49 അധ്യായത്തിൻ്റെ 1 വചനത്തിൽ മനോഹരമായിട്ട് വായിക്കുന്ന ഒരു സുന്ദര വചനമുണ്ട്. വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധക്കുട്ടുപോലെ പരിമളപൂരിതമായിരുന്നു ജോസിയുടെ സ്മരണ. എന്ത് സുന്ദരമാണ് ആ വാക്കില്ലേ! വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധക്കൂട്ടുപോലെ പരിമളപൂരിതമായിരുന്നു ജോസിയയുടെ സ്മരണ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളെക്കുറിച്ച് ഓർക്കേണ്ട ഒരു കാര്യം, ഞാൻ ഓർക്കുന്നത് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുന്ന ജീവിതത്തിൻ്റെ ഒരു മഹത്വം എത്ര സുന്ദരമാണെന്നുള്ളതാണ്. ഒരു പരിമളപൂരിതമായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് അതാണ്. ഒരുപക്ഷെ വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞു വെക്കുന്നത്, ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പരിമളമാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥവ്യാപ്തി കണ്ടെത്തുന്ന അവിടെയാണ്.
ഒരു കുടുംബ ജീവിതത്തിൽ ഒരു കുടുംബനാഥ ഒരു പരിമളപൂരിതമായ ജീവിതം നയിക്കുമ്പോൾ വിദഗ്ധമായി ചേർത്തൊരുക്കപ്പെട്ടിട്ടുള്ള സുഗന്ധക്കൂട്ട് പോലെയായി മാറുമ്പോൾ എന്താണ് നന്മയുടെ ചൈതന്യം കുടുംബത്തിൽ ഇങ്ങനെ പ്രസരിപ്പിക്കുക. ഞാൻ കണ്ടുപിട്ടിട്ടുണ്ട് ചില അപ്പനമ്മമാരെ, എന്ത് കൃപയുടെ ജീവിതമാണെന്നറിയോ, മക്കളുടെ മുമ്പിൽ ജീവിതത്തിൻ്റെ സൗരഭ്യം പടർത്തുന്ന മാതൃകളായിട്ട് പ്രശോഭിക്കുന്നവർ. അവരുടെ സ്നേഹം, അവരുടെ പ്രാർത്ഥന, അവരുടെ വിശ്വാസം, അത് അവരുടെ ജീവിതത്തിലൂടെ മുഴുവൻ ഇങ്ങനെ പ്രസരിച്ചു വരിക. പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയാൻ പറ്റും എന്ത്, അവരെ നയിക്കുന്ന ചൈതന്യം വ്യത്യസ്തമാണ്. ഒരു കുടുംബത്തിൽ മക്കളോട് പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ, നിങ്ങൾ പ്രാർത്ഥിക്കണം, മക്കളെ പള്ളിയിൽ പോകണം, ഒന്നും വേണ്ട. എന്താണ്, അവരുടെ ജീവിതത്തിൽ ആ മാതാപിതാക്കളുടെ നന്മയുടെ മാതൃക കണ്ട് പഠിച്ചിരിക്കുക. ഇതാണ് വ്യത്യസ്തതയുടെ ചൈതന്യം എന്ന് പറയുന്നത്. എത്രയോ യുവാക്കളെ കണ്ടുമുട്ടിയിട്ടുണ്ട് വ്യത്യസ്തതയുടെ ചൈതന്യം പേറുന്നവർ. ഞാൻ ഓർക്കുകയാണ്, എത്രയോ തീക്ഷ്ണതയോടെ എല്ലാം മറന്ന് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന മക്കളുണ്ട്. 2 കൊരിന്തോസ് 5:7 വചനത്തിൽ പറയുന്ന കണക്ക്, ഞങ്ങൾ നയിക്കപ്പെടുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താൽ. എന്ത് ആഴമുണ്ട് ആ വചനത്തിന്. ഞങ്ങൾ നയിക്കപ്പെടുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്തിലാണ്. ഞാൻ ഓർക്കുകയാണ്, ഈ മക്കളൊക്കെ നയിക്കപ്പെടുന്നത് മുഴുവനും വിശ്വാസത്തിലാണ്, കാഴ്ചയാലല്ല. കാരണം അവർക്ക് നേടാനൊന്നുമില്ല, അംഗീകാരത്തിന് വേണ്ടിയിട്ടല്ല, പണത്തിന് വേണ്ടിയിട്ടല്ല, മറ്റെന്തെങ്കിലും തരത്തിലുള്ളതായ ജീവിത നേട്ടത്തിന് വേണ്ടിയിട്ടല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ ചൈതന്യം ഉള്ളിൽ ഒരഗ്നിയായിട്ട് പേറിയപ്പോൾ വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ലാത്തതായ ഒരുപാട് യുവാക്കൾ. കുറച്ച് നാളുകൾക്ക് മുമ്പ് കണ്ടെത്തിയ എൻ്റെ ഒരു സുഹൃത്ത് ഒരുപാട് നന്മയുടെ കാഴ്ചപ്പാടുള്ളവനാണ്. അപ്പം ഞങ്ങൾ 2-3 അച്ഛന്മാർ ഒരുമിച്ച് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ ഭാര്യ പ്രഗ്നൻ്റാ. എന്നിട്ട് അവൻ പറഞ്ഞു, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ചു ഒരുങ്ങുക ഞങ്ങളുടെ കൊച്ചിന് വേണ്ടിയിട്ട്. അവൻ പറഞ്ഞു വെച്ചു ഞങ്ങളോട്, എൻ്റെ കൊച്ചിനെക്കുറിച്ച് എനിക്കൊരു വലിയ സ്വപ്നമുണ്ട്, അവനൊരച്ഛനാകണം. എൻ്റെ മനസ്സിൽ ഞാൻ ഓർത്തു, എടാ ഞങ്ങൾ അച്ഛന്മാരൊക്കെ ആയിരിക്കുന്നതുകൊണ്ട് അതൊരു ഡയലോഗ് അവനടിച്ചാ. പ്രിയപ്പെട്ടവർ, അടുത്തൊരു കാര്യം എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അതിൻ്റെ അപ്പുറത്തേക്ക് ചില കാഴ്ചപ്പാടുകൾ ചിന്തിച്ചു. അവൻ പറഞ്ഞു വെച്ചു, എൻ്റെ കൊച്ച് വെറുതെ ഒരു വൈദികനായ പോരാ, എൻ്റെ കുഞ്ഞ് വെറുതെ ഒരു വൈദികനായ പോരാ, മറിച്ച് ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയാകുന്ന ഒരു വൈദികനായിട്ട് എൻ്റെ കുഞ്ഞ് മാറണം. പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ ഞെടുങ്ങിപ്പോയി. കാരണം ഓർക്കണം, ഇന്ന് ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ തന്നെ പലതരത്തിലുള്ളതായ പദ്ധതികൾ അവരെക്കുറിച്ച് വിഭാവനം ചെയ്യുക. MBBS വിടുന്ന കാര്യത്തെക്കുറിച്ച്, അതിനപ്പുറത്തേക്ക് സ്പെഷ്യലൈസ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച്, മറ്റ് എൻജിനീയറിങ്, IAS, IPS, ഇങ്ങനെ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ പദ്ധതി ഇടുന്നിടത്ത് ഒരു പക്ഷേ കഴിവും പ്രാപ്തിയുള്ള വിദേശത്ത് ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്ന ഇവന് കൂളായിട്ട് മറ്റെന്തെങ്കിലും ഒരു ജോലിക്കോ മറ്റെന്തെങ്കിലും ഒരു ലക്ഷ്യത്തിനോ എത്തിക്കാവുന്നവൻ പറഞ്ഞു വെക്കുകയാണ്, എൻ്റെ കുഞ്ഞൊരു വൈദികനാകണം, പോരാ ഒരു രക്തസാക്ഷിയാകുന്ന വൈദികനാണ്. പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞു വെച്ചത് ഇതാണ് കാഴ്ചപ്പാടിൻ്റെ വ്യത്യസ്തത എന്ന് പറയുന്നത്. ഈ നാളുകളിൽ പലർക്കും ഇല്ലാതെ പോകുന്ന ഒരു ചൈതന്യം എന്ന് പറയുന്നത്, സങ്കടം എന്ന് പറയട്ടെ, ഈ ഒരു ചൈതന്യമാണ്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വളർന്നു വരേണ്ടതായ ഒരഭിഷേകം എന്ന് പറയുന്ന ഇതാണ്. ആനന്ദിച്ചാഹ്ലാദിക്കുവനെന്ന അപ്പസ്തോലിക ആഹ്വാനത്തിൽ പരിശുദ്ധ പിതാവ് അതിൻ്റെ 20ാമത്തെ നമ്പറിൽ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ സുന്ദരമാണ്. പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു വെക്കുകയാണ്, ക്രിസ്തുവിൻ്റെ രഹസ്യ ജീവിതം, അവിടുത്തെ സമൂഹ ജീവിതം, ദരിദ്രരോടുള്ള അവിടുത്തെ പ്രതിബദ്ധത, ക്രിസ്തു പുലർത്തിയതായ സാമൂഹികമായ തലം, അതിലുള്ള പ്രതിബദ്ധത, ഇത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതിഫലനമായിരുന്നു എന്ന് ഒരു തരത്തിൽ ചിന്തിക്കുമ്പോൾ, സ്നേഹമുള്ളവരെ ഓർക്കണം, ഇതൊരു വ്യത്യസ്തതയുടെ ചൈതന്യമാണ്. ഈ നാളുകളിൽ നമ്മളൊക്കെ സ്വന്തമാക്കേണ്ടതും ഈ നാളുകളിൽ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങേണ്ടതുമായത് മറ്റൊന്നുമല്ല, ഈ ക്രിസ്തുവിൻ്റെ ഈ സ്നേഹവും ചൈതന്യവും. ഞാൻ പറഞ്ഞു വെക്കും, യോഹന്നാൻ എന്ന് പറയുന്നതായ ശിഷ്യൻ, ഒരുപക്ഷെ നമ്മൾ യോഹന്നാനെ സുവിശേഷത്തിൽ കണ്ടെത്തുമ്പോൾ ഒരു അസൂയ പൂണ്ട, സ്വാർത്ഥത പൂണ്ട യോഹന്നാനെ നമ്മൾ വചനത്തിൽ ഓർക്കുന്നുണ്ട്. കാരണം സമരിയയിലൂടെ കടന്നു പോകുമ്പോൾ സമരിയാക്കാർ സ്വീകരിക്കാത്തതിനെ പ്രതി അഗ്നി ഇറങ്ങി അവരെ ദഹിപ്പിക്കട്ടെ എന്ന് ചോദിച്ചവൻ. ഒരുവൻ നമ്മളെ അനുഗമിക്കുന്നില്ല, പക്ഷേ അവൻ നിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു, അങ്ങനെ വേണ്ട എന്ന് പറഞ്ഞ് അവനെ തടഞ്ഞവൻ. ഇതാണ് യോഹന്നാൻ എന്ന് പറയുന്നതായ ആ ശിഷ്യൻ്റെ ഒരു മനസ്സിൻ്റെ അവസ്ഥ. സ്നേഹമുള്ളവരെ ഓർക്കണം നമ്മൾ. എന്നാൽ ഈ യോഹന്നാൻ വളരുന്ന മറ്റൊരവസ്ഥയുണ്ട്. അതാണ് അവൻ്റെ തിരുവിലാവോട്
ആ അന്ത്യത്താഴവേളയിൽ ചേർന്ന് കിടന്നപ്പോൾ സംഭവിച്ചത് മറ്റൊന്നല്ല, ആ ഹൃദയത്തിലേക്ക് മുഴുവനും ആ തിരുഹൃദയത്തിൽ നിന്ന് സ്നേഹം ഇങ്ങനെ ആവാഹിക്കപ്പെട്ടെടുത്തപ്പോൾ നമ്മൾ ഓർക്കുന്നു, പാസ്മോസ് ദ്വീപിൽ കഷ്ടതയുടെ, ഞെരുക്കത്തിൻ്റെ, പ്രതിസന്ധികളുടെ, വിശ്വാസ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ക്രിസ്തു സ്നേഹം മാത്രമാണെന്ന്, ദൈവം സ്നേഹമാണെന്ന്, സ്നേഹമില്ലാത്തവനൊന്നും ദൈവത്തിലല്ലെന്ന് പ്രഖ്യാപിക്കാൻ മാത്രം വളർന്ന യോഹന്നാൻ. ഇതാണ് ചൈതന്യത്തിൻ്റെ വ്യത്യസ്തത. സ്നേഹമുള്ളവരെ, പൗലോസ് ശ്ലീഹായും പത്രോസ് ശ്ലീഹായും യോഹന്നാൻ ശ്ലീഹായും മറ്റ് അപ്പസ്തോലന്മാരും ഒക്കെ പുലർത്തിയ ജീവിതത്തിൻ്റെ തീഷ്ണത, ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ തോമാസ് ശ്ലീഹായി ഭാരത നാട്ടിൽ വന്ന് വിശ്വാസത്താൽ മാത്രം നയിക്കപ്പെട്ട് കാഴ്ചകൾക്കപ്പുറത്തേക്ക് ദർശനങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കിയതുപോലെ സ്വന്തമാക്കാൻ മാത്രമുള്ള ഒരു അഭിഷേകത്തിലേക്ക്, ചൈതന്യത്തിലേക്ക് എൻ്റെയും നിങ്ങളുടെ ജീവിതങ്ങൾ വളരാൻ പര്യാപ്തമാകുമ്പോഴാണ് ഈ കാലഘട്ടങ്ങളിൽ ക്രിസ്തുവിൻ്റെ വ്യത്യസ്തതയുടെ സാക്ഷികളാണ് നമുക്ക് പറ്റുക. ഓർക്കണം, ഇന്ന് ഒരുപാട് സാധ്യതകളുണ്ട് നമുക്കൊക്കെ മുമ്പിൽ. ഈ പ്രളയത്തിൻ്റെ കാലത്ത് വരെ ഒരുപാട് വിധത്തിൽ കൈമേ മറന്ന് അധ്വാനിച്ച ഒരുപാട് മക്കളുടെ ജീവിത സാക്ഷ്യത്തിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുക. ഇതവിടെ അവസാനിച്ചിട്ടില്ല, മറിച്ച് ഇനിയും ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ എവിടെ എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കാൻ മാത്രം, എൻ്റെ സ്വാർത്ഥതയുടെ, എൻ്റെ ഞാനെന്ന ഭാവത്തിൻ്റെ, ഞാൻ എന്നിലേക്ക് ഒതുങ്ങുന്ന എൻ്റെ പ്രവണതയുടെ അസ്വസ്ഥതകളൊക്കെ നീക്കാനായിട്ട് സാധിച്ചാൽ ഞാൻ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് വളരുന്ന വ്യക്തിയായിട്ട് മാറും. അവിടെ വ്യത്യസ്തമായ ഒരു ദർശനത്തോടുകൂടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കും. ഈ നല്ല നിമിഷങ്ങളിൽ ഈ ഒരു തീരുമാനം നമ്മുടെ ഉള്ളിലേക്ക് പേറാൻ സാധിക്കട്ടെ. ഓരോ കുടുംബനാഥന്മാരും, ഓരോ കുടുംബനാഥന്മാരും, ഓരോ യുവാക്കളും, ഓരോ മക്കളും ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളിൽ തന്നെ ഒരു തീരുമാനമെടുക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ ഒരല്പം കൂടെ വ്യത്യസ്തമായിട്ട് എന്തുകൊണ്ട് എനിക്ക് ചിന്തിച്ചുകൂടാ? ആ വ്യക്തിയുടെയും ഈ വ്യക്തിയുടെയും പോരായ്മയിലേക്കോ കുറവുകളിലേക്കോ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അതിനെ അപഗ്രഥനം ചെയ്തുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് ചില നെഗറ്റീവ് ചിന്തകൾ ആവാഹിക്കാതെ ഒരു വ്യത്യസ്തമായ ചൈതന്യം പുലർത്താൻ ക്രിസ്തു നമ്മളെ ആഹ്വാനം ചെയ്യുക. നമുക്ക് സ്നേഹത്തോടെ ഒന്ന് പ്രാർത്ഥിച്ച് ശക്തിപ്പെടാം. ദൈവമേ, വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ അനേക വ്യക്തിത്വങ്ങളെ കണ്ടെത്തുന്നു. വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടോടുകൂടെ ജീവിതത്തെ മുൻപോട്ട് നീക്കിയവർ, അവരുടെ ജീവിതങ്ങളിൽ പുലർത്തിയിരുന്ന ഒരു ഉൾക്കാഴ്ചയുണ്ട്. ആ ദർശനം അവരുടെ ജീവിതങ്ങളെ സമൂഹത്തിലും ആയിരിക്കുന്ന ഇടങ്ങളിലും നന്മ നിറഞ്ഞതാക്കി മാറ്റാൻ മാത്രം പര്യാപ്തമായി. നല്ല ദൈവമേ, എൻ്റെ ജീവിതവും അനുഗ്രഹത്തിൻ്റെ വഴി തുറക്കുന്നതായിട്ട് മാറട്ടെ, അഭിഷേകത്തിൻ്റെ വഴി തുറക്കുന്നതായിട്ട് മാറട്ടെ. ഞാനായിരിക്കുന്ന ഇടങ്ങളിൽ ഒരു വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടിലൂടെ അനേക വ്യക്തികൾക്ക് നന്മയും ചൈതന്യവും പ്രകാശവും നൽകുന്ന വ്യക്തിത്വമായി മാറുവാൻ എനിക്ക് കൃപ തരണമേ. കർത്താവേ, എൻ്റെ കുറവുകളുടെ, പോരായ്മകളുടെ, എൻ്റെ ജീവിത പരിമിതികളുടെ അവസ്ഥയിൽ നിന്നുകൊണ്ട് എന്നെക്കുറിച്ച് ചിന്തിക്കാതെ എൻ്റെ പക്കൽ വന്നെത്തുന്ന ഓരോ വ്യക്തിക്കും ഒരനുഗ്രഹവും പ്രകാശവും നൽകുന്ന വ്യക്തിയായി മാറുവാൻ, ജോസിയെ പോലെ ഒരു സുഗന്ധം പരത്തുന്ന വ്യക്തിയായിട്ട് മാറുവാൻ എനിക്ക് കൃപ തരണമേ. രണ്ട് കരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എല്ലാ ദൈവമക്കളും ഉയർത്തിപ്പിടിക്കുന്നത് ഈ ഒരു അഭിഷേകം നമ്മുടെ ഉള്ളിൽ ഓരോരുത്തരിലും നിറയുന്നതിന് വേണ്ടിയിട്ടാണ്. ഹൃദയം തുറന്ന് ആഗ്രഹിക്കുകയാണ്. എല്ലാ ദൈവമക്കളും നന്നായിട്ട് ആഗ്രഹിക്കുകയാണ്. കരങ്ങൾ രണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത് ജീവിതത്തിൻ്റെ ബലഹീനതകളും പോരായ്മകളും ഒക്കെ ആകുന്ന അവസ്ഥകളെ മുഴുവൻ സമർപ്പിക്കാനാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. ജീവിതം മുഴുവനെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാം. ദൈവമേ, ഒരു പുതു അഭിഷേകത്തിലേക്ക് എൻ്റെ ജീവിതത്തെ ഉയർത്തണമേ, ഒരു പുതു ചൈതന്യത്തിലേക്ക് എൻ്റെ ജീവിതത്തെ ഉയർത്തണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി അധരം തുറന്ന് വിശ്വാസത്തോടെ, സ്നേഹത്തോടെ കർത്താവിൻ്റെ നാമത്തെ വിളിച്ച് ശക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, അങ്ങയെ സ്നേഹിച്ച് ആരാധിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ബലഹീനമായ ജീവിതത്തിലേക്ക് അങ്ങയുടെ പ്രകാശവും ശക്തിയും ചൊരിയണമേ. അവിടുത്തെ ആത്മാവിൽ ഞങ്ങളെ നയിക്കണമേ. കർത്താവേ, ഞങ്ങളായിരിക്കുന്ന സമൂഹത്തിലും സാഹചര്യത്തിലും കുടുംബത്തിലും അനുഗ്രഹത്തിൻ്റെ വ്യക്തിയായിട്ട് മാറാനുള്ള പ്രത്യേക കൃപ തരണമേ. കർത്താവേ, ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടെ അങ്ങയുടെ അഭിഷേകം വേറുന്ന വ്യക്തിയായിട്ട് മാറുവാൻ, അനേകർക്ക് സൗരഭ്യം പകർത്തുന്ന വ്യക്തിയായിട്ട് മാറുവാൻ, അനേകരിലേക്ക് പ്രകാശം കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുവാൻ കൃപ തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനേക ഹൃദയങ്ങളെ ഈശോ സ്പർശിക്കട്ടെ. അനേക ഹൃദയങ്ങളിൽ പുതിയ തീരുമാനമെടുക്കാനുള്ള കൃപ കിട്ടട്ടെ. ആയിരിക്കുന്ന കുടുംബങ്ങളിലും സാഹചര്യങ്ങളിലും ഒരു പ്രകാശത്തിൻ്റെ വ്യക്തിയായിട്ട് മാറുവാനായിട്ടുള്ള വലിയൊരു അഭിഷേകം ഇപ്പോൾ ഓരോ ഹൃദയങ്ങളിലേക്ക് നിറയട്ടെ. മരവിപ്പിലും മന്ദതയിലും ആയിരിക്കുന്നവർ, പാപത്തിൻ്റെ അടിമത്തത്തിലായിരിക്കുന്നവർ, ലഹരിയിലും മറ്റു തരത്തിലുള്ള മ്ലേച്ഛതകളിലും അശുദ്ധിയിലും വ്യാപരിക്കുന്നവർ, അവരിൽ ഓരോരുത്തരിലേക്കും ഇപ്പോൾ അവരുടെ എല്ലാ ലോകമോഹങ്ങളുടെ അവസ്ഥകളും
നൈമിഷിക സന്തോഷങ്ങൾ വിട്ടുമാറി ഒരു പുതു അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കട്ടെ. യേശു നാമത്തിന് അത്ഭുത ശക്തി അവരുടെ ഹൃദയങ്ങളിലേക്ക് യേശു നാമത്തിൽ ഇപ്പോൾ നിറയട്ടെ. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്നരുളി ചെയ്ത ജീവിക്കുന്ന ദൈവം കൂടെ വസിക്കാൻ, എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ, എൻ്റെ ജീവിതങ്ങളിലേക്ക് സൗഖ്യം പകരാൻ, എൻ്റെ ജീവിതങ്ങളിലേക്ക് ശക്തി പകരാൻ കടന്നു വന്നിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണിത്. കർത്താവിനെ സ്നേഹത്തോടെ ആരാധിക്കുകയാണ്. വിശ്വാസത്തോടുകൂടെ ആ പരിശുദ്ധ സാന്നിധ്യത്തിന് മുമ്പിൽ ജീവിതം മുഴുവനെ സമർപ്പിച്ച് എല്ലാവരും പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണ്. മകനെ മകളെ, വിവിധ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് നീ ഈ ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിമിഷങ്ങളിൽ ഈ ദൈവസ്നേഹത്തോട് ചേർത്ത് വയ്ക്കുക. മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ല. ചിന്തിക്കേണ്ടതായ സത്യം ഇത് ജീവിക്കുന്ന ദൈവമാണ്. ഈ ജീവിക്കുന്ന ദൈവത്തെ, ഏക ദൈവത്തെ നീ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ തന്നെ അത്ഭുതകരമായ ദൈവശക്തി നിന്നിലേക്ക് വ്യാപരിക്കുന്ന നിമിഷങ്ങളാണ്. പ്രഭാഷകർ 48:20 വചനത്തിലൂടെ നമ്മൾ വായിക്കുന്നുണ്ട്. അവർ കരങ്ങൾ ഉയർത്തി സ്വർഗസ്നായ പിതാവിനെ വിളിച്ചപേക്ഷിച്ചു. അവർ കരങ്ങൾ ഉയർത്തി സ്വർഗസ്നായ പിതാവിനെ വിളിച്ചപേക്ഷിച്ചു. കർത്താവ് സ്വർഗത്തിൽ നിന്ന് തൽക്ഷണം തന്നെ അവരെ രക്ഷിച്ചു. രണ്ട് കരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എല്ലാവരും ഉയർത്തിപ്പിടിക്കുമ്പോൾ ജീവിതത്തിൽ ശക്തി പ്രാപിക്കേണ്ട, സൗഖ്യം പ്രാപിക്കേണ്ട, രക്ഷ പ്രാപിക്കേണ്ട, വിടുതൽ പ്രാപിക്കേണ്ട ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ജീവിക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ദൈവം നിനക്ക് ശക്തി പകരും. നിന്റെ ദൈവം നിനക്ക് വിടുതൽ നൽകും. ബോധ്യത്തോടെ പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയരട്ടെ. കണ്ണുകൾ അടച്ച് സ്നേഹത്തോടെ ജീവിക്കുന്ന പരിശുദ്ധ ദൈവനാമത്തെ ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, നിന്നെ ആരാധിക്കുന്നു. പിതാവെ, അങ്ങേ സ്നേഹിച്ച് ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, അവിടുത്തെ സ്നേഹിച്ച് ആരാധിക്കുന്നു. കൂടെ വസിക്കുന്ന യേശുവേ, അവിടുത്തെ പരിശുദ്ധ നാമത്തെ ആരാധിക്കുന്നു. ഇപ്പോൾ തന്നെ അനേക മക്കളിലേക്ക് സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുവാൻ അഭിഷേകം ചെയ്യപ്പെട്ട കർത്താവെ, അവിടുത്തെ പരിശുദ്ധ നാമത്തിന്റെ അഭിഷേകത്താൽ, ശക്തിയാൽ ഈ നിമിഷം തന്നെ അനേക മക്കള് അവരുടെ ജീവിതത്തിന് അസ്വസ്ഥതകളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, തടസ്സങ്ങളിൽ നിന്ന്, ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശു നാമത്തിന്റെ ശക്തി അനേക ഹൃദയങ്ങളിലേക്ക് വ്യാപരിക്കുന്ന നിമിഷങ്ങളാണ്. പ്രകാശം കെട്ടുപോയ അനേക ജീവിതങ്ങളിലേക്ക് ദൈവശക്തി വ്യാപരിക്കുകയാണ്. പ്രകാശം നിറയുന്ന നിമിഷങ്ങളാണ്. സ്നേഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. സൗഖ്യം ഒഴുകുന്ന നിമിഷങ്ങളാണ്. ശക്തി ഒഴുകുന്ന നിമിഷങ്ങളാണ്. വിശ്വസിച്ച് പ്രാർത്ഥിക്കട്ടെ. ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, ഈ നിമിഷം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളെയും നിന്നോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. മക്കളുടെ ജീവിതങ്ങളിൽ ചില വഴിവിട്ട അവസ്ഥകളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളുടെ ചില മൂഢ സ്വഭാവങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതങ്ങൾ അടിമപ്പെടുത്തിയിട്ടിരിക്കുന്ന, അവരുടെ ജീവിതങ്ങൾ അടിപ്പെടുത്തിയിട്ടിരിക്കുന്ന ചില തരത്തിലുള്ളതായ അസ്വസ്ഥതകൾ, അശുദ്ധി, തിന്മ, പാപകരമായ ജീവിതം, ഇവയെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, യേശുവേ, ജീവിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഇടപെടണമേ. മക്കളിലേക്ക് ഇടപെടണമേ. വഷള സ്വഭാവത്തിലേക്ക് ഇടപെടണമേ. അവരുടെ ജീവിതത്തിൽ തിന്മ കെട്ടിയിട്ടിരിക്കുന്ന അവസ്ഥകളിലേക്ക് ഇടപെടണമേ. ജീവിതത്തിൽ തിന്മയുടെ തീരുമാനമെടുക്കാൻ ബോധപൂർവം ഒരുമ്പെടുന്ന മാനസികാവസ്ഥകൾ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, അവരുടെ ജീവിതങ്ങളിലേക്ക് അവിടുന്ന് ഒരു നിമിഷം ഇടപെട്ട് ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുക. കർത്താവേ, ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന, എൻ്റെ കുടുംബാംഗങ്ങളെ ബാധിച്ചിരിക്കുന്ന ഈ ദുശീലത്തിൻ്റെ ബന്ധത്തിൽ നിന്ന്, ഈ അസ്വസ്ഥയുടെ ബന്ധനത്തിൽ നിന്ന്, ഒരു ചിന്തയില്ലായ്മയിൽ നിന്ന് ഒരു മോചനം കൊടുത്ത് അനുഗ്രഹിക്കാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടെ എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ കർത്താവ് നിന്റെ ജീവിതത്തെ മുഴുവൻ അനുഗ്രഹിക്കുക. കുടുംബത്തിന് ബന്ധനങ്ങൾ അഴിക്കുക. കുടുംബത്തിന് അസ്വസ്ഥതകൾ നീക്കുന്ന നിമിഷങ്ങളാണ്. മോനെ മോളെ, നീ വിശ്വസിച്ച് നിന്റെ ജീവിക്കുന്ന ദൈവം ഇപ്പോൾ കരങ്ങൾ ഉയർത്തി നിന്നെ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്ന നിമിഷമാ. ശക്തിയോടെ അനുഗ്രഹിക്കുന്ന നിമിഷമാ. രണ്ട് കരങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്ക്. കണ്ണുകൾ അടച്ച് കരങ്ങൾ രണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി എല്ലാ ദൈവമക്കൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ ഒരു വിടുതലിൻ്റെ ആശീർവാദത്തിൻ്റെ അനുഗ്രഹം, വിടുതലിൻ്റെ അനുഗ്രഹം കർത്താവ് നിന്റെ ജീവിതത്തിൽ, കുടുംബത്തിലേക്ക് ഉയർത്തുന്ന സമയമാണ്. വിശ്വസിച്ച് ബോധ്യത്തോടെ പ്രാർത്ഥിക്കട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവായ ദൈവമേ, അവിടുത്തെ പരിശുദ്ധ നാമത്തിന്റെ അത്ഭുത ശക്തിയാൽ അനേക കുടുംബങ്ങളെ കെട്ടിയിട്ടിരിക്കുന്ന സകല തരത്തിലുള്ള ബന്ധനങ്ങളും അസ്വസ്ഥതകളും ഈ നിമിഷങ്ങൾ അഴിയപ്പെടട്ടെ. ഇപ്പോൾ വിവിധ ഇടങ്ങളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളിലേക്ക് അത്ഭുതകരമായ ദൈവശക്തി വ്യാപരിക്കട്ടെ. അനേക കുടുംബങ്ങൾ കാലങ്ങളെ ബന്ധിച്ചടിക്കുന്ന തിന്മകൾ യേശു നാമത്തിൽ, യേശുവിന്റെ തിരിച്ചരക്തങ്ങൾ അത്ഭുത യോഗ്യതകളാൽ ഇപ്പോൾ തന്നെ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനേക കുടുംബങ്ങളിലേക്ക് വിടുതലുകൾ സംഭവിക്കുന്നു. പലതരത്തിലായ അന്ധകാരത്തിന് അവസ്ഥ നീങ്ങുന്നു. മക്കളുടെ വഴിവിട്ട ജീവിതങ്ങളിലേക്ക് ഒരു ദൈവിക ഇടപെടൽ യേശു നാമത്തിൽ സംഭവിക്കുന്നു. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന. കരങ്ങൾ കൂപ്പി സ്നേഹത്തോടെ ജീവിക്കുന്ന ദൈവത്തിന് നന്ദി പറയുന്നു.